മണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക തോരനാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം. കുറച്ച് കോവയ്ക്ക എടുക്കുക, പിന്നെ 2 സവാള, 2 പച്ചമുളക്. എന്നിട്ട് കോവയ്ക്ക നല്ലതായിട്ട് കൊത്തിയരിയണം, ചെറുതായിട്ട് കൊത്തിയരിയണം. എന്നിട്ട് നമ്മുടെ സവാള 2 അതിന് അതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിയണം. അതിനുശേഷം നമ്മൾ 2-3 പച്ചമുളക് എടുത്ത് അതും നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിയണം. ഈ 3 ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ശേഷം നമുക്ക് ഒരു തേങ്ങ, കുറച്ച് തേങ്ങ, ഒരു മുറി വേണ്ട, കുറച്ച് തേങ്ങ, ഇൻഗ്രീഡിയൻസ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് തേങ്ങ എടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വയ്ക്കാം. പാൻ വെച്ച ശേഷം പാൻ ചൂടായ ശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇച്ചിരി വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കാം. ചേർത്ത് കഴിഞ്ഞിട്ട് ഈ 4 ഇൻഗ്രീഡിയൻസ്, അതായത് സവാള, പച്ചമുളക്, തേങ്ങ, കോവയ്ക്ക, ഇത് 4ഉം കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഇടാം. ഇട്ട ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പും തളിച്ചിട്ട് അടച്ചങ്ങ് വയ്ക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് വെന്ത ശേഷം ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിക്കണം. വേവിച്ച ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നല്ല അടിപൊളി നല്ല തോരനായിരിക്കും. പിന്നെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. പാചകം ഒന്നും അറിയാൻ വയ്യാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും ഈ തോരൻ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി തോരനാണ്. ഷുഗർ പേഷ്യൻസുകൾക്ക് 1 കപ്പ് ചോറും ഒരു 2 കപ്പ് തോരനും, ഈ കോവയ്ക്ക തോരനും കൂടെ ഒരാഴ്ച കഴിച്ചാൽ തന്നെ അവരുടെ ഷുഗറെല്ലാം നല്ല കൺട്രോളിൽ വരും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ തോരന്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.